എനിക്ക് വളരെ 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 ഇഷ്ടം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ 9ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങളാണ്. ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡായ ഒരു ഗിഫ്റ്റ് ഞങ്ങളെ തേടി വന്നു. അത് എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഈ ജുവലറിയെ പറ്റി കേട്ടിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. മലയാളികൾക്ക് അത്ര പ്രിയപ്പെട്ട ജുവലറിയാണ് മലബാർ ഗോൾഡ്. ഇന്ത്യയിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്പിലും എല്ലാമായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശൃംഖലയാണ് മലബാർ ഗോൾഡ്. മലബാർ ഗോൾഡിൻ്റെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കളക്ഷനെ പറ്റി പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ഒരു കാര്യവുമില്ല. അത്രയ്ക്ക് വ്യത്യസ്തമായ കളക്ഷൻസ് ഉള്ള ഒരു ജുവലറി തന്നെയാണ് മലബാർ ഗോൾഡ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും, ഇത് മലബാർ ഗോൾഡിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണോ എന്ന്. എന്നാൽ ഇത് മലബാർ ഗോൾഡിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. മലബാർ ഗോൾഡിൽ കഴിഞ്ഞ 10 വർഷമായി ഞാൻ കുവൈറ്റിൽ നിന്ന് സ്വർണം എടുക്കാറുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് മലബാർ ഗോൾഡിൽ ചിട്ടിയുണ്ട്. ഇത്തവണത്തെ ചിട്ടി തീർന്നപ്പോൾ കഴിഞ്ഞ മാസം മലബാർ ഗോൾഡിൽ നിന്ന് എന്നെ വിളിച്ചു, ചിട്ടി തീർന്നു, എന്നാണ് സ്വർണം എടുക്കാൻ വരികയെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അടുത്ത മാസം 6-ാം തീയതി ഞാൻ വരാം, കാരണം അന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. 5-ാം തീയതി മലബാർ ഗോൾഡിൽ നിന്ന് ഒരു കോള് വന്നു, നാളെയല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി, നാളെ ഇവിടെ സ്വർണ്ണം എടുക്കാൻ വരുമോ എന്ന്. ഞാൻ പറഞ്ഞു, നാളെ ഉറപ്പായിട്ടും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, വരുമ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ ചോദിച്ചു, അതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് എന്താണെന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഏതായാലും സുബിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം, സുബിയെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോകാം, അവിടെ എന്താണ് അവരുടെ സർപ്രൈസ് ഗിഫ്റ്റ് എന്നറിയാം. അങ്ങനെ ഞാൻ മലബാർ ഗോൾഡിൽ ചെന്നപ്പോൾ ശരിക്കും എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവർ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു. അത് മലബാർ ഗോൾഡിൻ്റെ പരസ്യമൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു വലിയ ഒരു കേക്ക് തന്നെയായിരുന്നു ആനിവേഴ്സറി വിഷസ് അറിയിച്ച്. എന്തായാലും മലബാർ ഗോൾഡിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. ഇനിയും ഞാൻ റൂമിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. റൂമിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ സുബിക്ക് ഒരു റോസാപ്പൂ കൊടുത്ത് വിഷ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ആദ്യം മലബാർ ഗോൾഡിൻ്റെ കേക്കാണ് മുറിച്ചത്. മലബാർ ഗോൾഡുകാർ തന്ന കേക്ക് ആദ്യം മുറിച്ചു. നമ്മൾ അപ്രതീക്ഷിതമായ പരിപാടി ആയതുകൊണ്ട് തന്നെ അധികം ആരെയും ക്ഷണിച്ചില്ല. സുബിയുടെ 2 ഫ്രണ്ട്സ് മാത്രമാണ് വന്നത്. ദിവസം ആയതുകൊണ്ട് എനിക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു, സുബിക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് കേക്ക് മുറിച്ചത്. കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ തായ്ലാൻഡിലും സുബി നാട്ടിലുമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പറ്റിയിരുന്നില്ല. അതിന് മുമ്പത്തെ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ കുവൈറ്റിൽ വെച്ച് തന്നെയാണ് ആഘോഷിച്ചത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെ എൻ്റെ പെങ്ങളും അളിയനും അതുപോലെ തന്നെ സുബിയുടെ കൂട്ടുകാരും എല്ലാം വന്ന് അത്യാവശ്യം നല്ല ഒരു പരിപാടിയായിട്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. പക്ഷേ ഇത്തവണ ആരും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ രീതിയിൽ പരിപാടി നടത്താമെന്ന് വിചാരിച്ചത്. അങ്ങനെ സുബിയുടെ 2 കൂട്ടുകാരെ മാത്രമേ വിളിച്ചുള്ളൂ, അവർ മാത്രമേ വന്നുള്ളൂ. ഈ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഈ കേക്ക് സുബിയുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ്. അവർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാനൊരു മടി മൂലമാണ് അവരെ ക്യാമറയിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇനിയാണ് ശരിക്കും സുബിയെ ഞെട്ടിച്ച് കളഞ്ഞ ഗിഫ്റ്റ്, ഞാൻ പോക്കറ്റിൽ പാത്ത് വെച്ചിരുന്ന ഗിഫ്റ്റ് എടുത്തു കൊടുത്തത്. സുബി ഒരിക്കലും വിചാരിച്ചില്ല ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. ഒരു ചിട്ടി ഉണ്ടെന്ന് സുബിക്ക് അറിയായിരുന്നു, പക്ഷേ എന്നാലും ഇപ്പം പോയി ഈ ചിട്ടിയിൽ നിന്ന് ഈ സാധനം എടുക്കുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും അവൾക്ക് ഭയങ്കര ഒരു ഞെട്ടലായിപ്പോയി. കഴിഞ്ഞ തവണ അവൾ നാട്ടിൽ പോയപ്പോൾ അവിടെ ബ്രേസ്ലെറ്റ് നാട്ടിൽ വെച്ചിട്ടാണ് പോരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ കയ്യിൽ ഒന്നുമില്ലാതെ കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിനാണ് വിരാമമായിരിക്കുന്നത്. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് പുള്ളിക്കാരി.
നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ആനന്ദവും നമ്മുടെ ജീവിതത്തിന് ഒരു പുത്തൻ ഉണർവും ലഭിക്കും. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായ ഗിഫ്റ്റ് തന്ന് സമ്മാനിച്ച മലബാർ ഗോൾഡിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു പുത്തൻ പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.